ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഉൽപാദനവും ചെലവും എന്ന ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചോദ്യോത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം. ശ്രദ്ധിച്ചോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1, വിച്ച് എമംഗ് ദി ഫോളോവിങ് കോസ്റ്റ് കർവ് ഈസ് നോട്ട് യു ഷേപ്ഡ്? താഴെ തന്നിരിക്കുന്ന വക്രങ്ങളിൽ അല്ലെങ്കിൽ കർവുകളിൽ യു ആകൃതിയിൽ അല്ലാത്ത കർവുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ വക്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. ഓപ്ഷൻസ് ഞാൻ പറയുന്നു. ഓപ്ഷൻ എ SAC, ഓപ്ഷൻ ബി SMC, ഓപ്ഷൻ സി AVC ആൻഡ് ഓപ്ഷൻ ഡി AFC. ഇതാണ് 4 ഓപ്ഷൻ. ഇതിൽ ഏത് കർവ് അല്ലെങ്കിൽ ഏത് വക്രമാണ് യു ആകൃതിയിൽ അല്ലാതെയുള്ളത് എന്നാണ് ചോദ്യം. ആൻസർ ഈസ് AFC കർവ്. ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് കർവാണ്. ബാക്കിയുള്ളതെല്ലാം യു ഷേപ്ഡ് കർവുകളാണ്. AFC കർവിൻ്റെ ഷേപ്പ് എന്തായിരുന്നു? ദാറ്റ് ഈസ് റെക്റ്റാങ്കുലാർ ഹൈപ്പർബോള. നമ്മൾ പഠിച്ചു അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, ഐഡൻറ്റിഫൈ ദി ഷേപ്പ് ഓഫ് ദി ഫോളോവിങ് AFC കർവ്. നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ ചോദ്യം തന്നെ മറ്റൊരു പാറ്റേണിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, AFC കർവിൻ്റെ ഷേപ്പ് എന്താണ്? ഇവിടെ കർവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ കർവിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഷേപ്പ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം കൂടെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, വെൻ എ ഫേം ഇൻക്രീസ്ഡ് ദി നമ്പർ ഓഫ് ലേബർ ഫ്രം 10 to 11 കീപ്പിംഗ് ദി ക്യാപിറ്റൽ ഫിക്സ്ഡ്, ദി ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ്ഡ് ഫ്രം 120 to 130. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഇൻ ദിസ് റിഗാർഡ്? ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഒരു സ്ഥാപനം തൊഴിലാളികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കി. അതായത് തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ഇൻപുട്ട് ആണല്ലേ, ഒരു നിവേശമാണ്. അത് 10 നിന്നും 11 വർദ്ധിപ്പിച്ചു. ക്യാപിറ്റൽ മൂലധനത്തിന് അവിടെ ഫിക്സ്ഡ് ആയിട്ട് വെച്ചു. ഓക്കെ, ലേബറിനെ മാത്രമാണ് ഇൻക്രീസ് ചെയ്തത്. ബാക്കി ക്യാപിറ്റൽ അവിടെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു അല്ലെങ്കിൽ ഫിക്സ്ഡ് ആക്കി വെച്ചു, സ്ഥിരമാക്കി വെച്ചു. അപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് മൊത്തം ഉൽപ്പന്നത്തിൽ എന്ത് മാറ്റം ഉണ്ടായി? ടോട്ടൽ പ്രൊഡക്റ്റ് 120 നിന്ന് 130 ഇൻക്രീസ് ചെയ്തു, വർദ്ധിച്ചു. ഓക്കെ, താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ഈ സിറ്റുവേഷനിൽ മാച്ച് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ എ, ദി ടോട്ടൽ പ്രൊഡക്റ്റ് ഫെല്ല്, മൊത്തം ഉൽപ്പന്നം കുറയുന്നു. ഓപ്ഷൻ ബി, ദിസ് ഈസ് ലോങ് റൺ പ്രൊഡക്ഷൻ, ഇത് ദീർഘകാല ഉൽപ്പാദനമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ സി, ദി ആവറേജ് പ്രൊഡക്റ്റ് ഈസ് റൈസിങ്, ശരാശരി ഉൽപ്പന്നം വർദ്ധിക്കുന്നു. ഓപ്ഷൻ ഡി, 10 ഈസ് ദി മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ആൻ ഇൻക്രീസ്ഡ് യൂണിറ്റ് ഓഫ് ലേബർ. ഇതിലേതാണ് ശരി ഉത്തരം? ഇവിടെ ചോദ്യം ഇതാണ്, ലേബർ മാത്രം 10 നിന്നും 11 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ TP 120 നിന്ന് 130 വർദ്ധിച്ചു. ഓക്കെ, ഇതിൽ നമുക്കറിയാം ഒരാൾ മാത്രമാണ് മാറ്റം വരുന്നത്. ദാറ്റ് ഈസ് ഇവിടെ വേരിയബിൾ ഇൻപുട്ട് ലേബർ ആണ്, തൊഴിലാളികളാണ്. ഫിക്സ്ഡ് ഇൻപുട്ടോ ക്യാപിറ്റൽ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഫിക്സ്ഡ് ഇൻപുട്ടും ഉണ്ട്, വേരിയബിൾ ഇൻപുട്ടും ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഏത് പ്രൊഡക്ഷനാണ്? ഷോർട്ട് റൺ പ്രൊഡക്ഷനാണ്, ഹ്രസ്വകാല ഉൽപ്പാദനമാണ് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഓപ്ഷൻ ബി അല്ല, ദിസ് ഈസ് ലോങ് റൺ പ്രൊഡക്ഷൻ. ആ ഉത്തരം അല്ല, ഉറപ്പിച്ചു. ഇനി എ നോക്കിക്കേ നിങ്ങൾ, ടോട്ടൽ പ്രൊഡക്റ്റ് ഫെല്ല്. ഷോർട്ട് റണ്ണിൽ നമുക്കറിയാം തുടക്കത്തിൽ എന്താ സംഭവിക്കുക? ഇൻപുട്ടുകളുടെ എണ്ണം കൂട്ടുന്തോറും ആദ്യം ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ? കൂടിക്കോടി വരികയാണ് ചെയ്യുക. ആദ്യം ഉയർന്ന നിരക്കിൽ വർദ്ധിക്കുന്നു, ഇൻക്രീസിങ് അറ്റ് ഇൻക്രീസിങ് റേറ്റ്. പിന്നെ ഇൻക്രീസിങ് അറ്റ് ഡിക്രീസിങ് റേറ്റ്, കുറഞ്ഞ നിരക്കിൽ വർദ്ധിക്കുന്നു. ആദ്യം കൂടിയ നിരക്കിൽ വർദ്ധിക്കുന്നു. എന്തായാലും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ആണല്ലോ. എന്നാൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ദ ടോട്ടൽ പ്രൊഡക്റ്റ് ഫെല്ല്, മൊത്തം ഉൽപ്പന്നം കുറയുന്നു എന്നാ. ഓക്കെ, അപ്പോൾ അതും അല്ല എന്ന് ഉറപ്പിച്ചു. ഇനി സി നോക്കിക്കേ, ദി ആവറേജ് പ്രൊഡക്റ്റ് ഈസ് റൈസിങ്, ശരാശരി ഉൽപ്പന്നം വർദ്ധിക്കുന്നു. അതെങ്ങനെ വർദ്ധിക്കും നോക്കിക്കേ നിങ്ങൾ. TP തന്നിട്ട് AP കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? AP എങ്ങനെ കണ്ടുപിടിക്കാം? TP ഡിവൈഡഡ് ബൈ L ആണെന്നറിയാം അല്ലേ? TP ഡിവൈഡഡ് ബൈ L വേരിയബിൾ ഇൻപുട്ടാണ്, അല്ലെങ്കിൽ N അല്ലെങ്കിൽ X1 എല്ലാം പറയും. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ AP എങ്ങനെ കിട്ടും? 120/10 12 ആണ്. രണ്ടാമത്തെ AP എങ്ങനെ കിട്ടും? 130/11 11 പോയിന്റ് സംതിങ് ആണ് കിട്ടുക. നിങ്ങൾ നോക്കിക്കേ, കുറയാണ് ചെയ്തത് അല്ലേ?
എ പി കുറയാണ് ചെയ്തത്, എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എ പി വർദ്ധിക്കുന്നു. അപ്പോൾ അത് മൂന്നും അല്ല എന്ന് മനസ്സിലായി. എ അല്ല, ബി അല്ല, സി അല്ല. പിന്നെ ഏത് ഓപ്ഷനാണ് ഉള്ളത്? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ പല രീതികളിൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ കണ്ടുപിടിക്കാം. ഡയറക്റ്റ് ഉത്തരം അറിയെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻസ് അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെയും കണ്ടുപിടിക്കാം. അപ്പോൾ ഓപ്ഷൻ ഡി എന്താ പറയുന്നത്? 10 ഈസ് ദി മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ആൻ ഇൻക്രീസ്ഡ് യൂണിറ്റ് ഓഫ് ലേബർ. അതായത് ഇവിടെ മാർജിനൽ പ്രൊഡക്റ്റ് സീമാന്ത ഉൽപ്പന്നം എത്രയാണ്? 10 ആണ് അല്ലേ? 10 യൂണിറ്റ് വേരിയബിൾ ഇൻപുട്ട് ഉപയോഗിച്ചപ്പോൾ 120 ആയിരുന്നു ടോട്ടൽ പ്രൊഡക്റ്റ്. എന്നാൽ 11ാമത്തെ ഒരു യൂണിറ്റ് ഉപയോഗിച്ചപ്പോൾ, അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റ് കൂടെ ലേബർ ഉപയോഗിച്ചപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റിലേക്ക് എത്ര അഡീഷനും ചെയ്തു, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർത്തു? 10 അല്ലേ? 120 നിന്നും 130 വർദ്ധിക്കാൻ 10 അധികമായിട്ട് ടോട്ടൽ പ്രൊഡക്റ്റിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത്. നമുക്കറിയാം അല്ലേ എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന്? എം പി ഓരോ ടി പിയിൽ നിന്നും തൊട്ട് മുൻപുള്ള ടി പി മൈനസ് ചെയ്താൽ മതി. ഓക്കെയാണല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കിക്കേ. സ്ലോപ്പ് ഓഫ് ആൻ ഐസോകോണ്ട് ഈസ് ഓപ്ഷൻ എ മാർജിനൽ കോസ്റ്റ്, സീമാന്ത ചെലവ്. ഓപ്ഷൻ ബി DMRS, ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് നമുക്കറിയാം. ഓപ്ഷൻ സി DMRTS, ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ, സീമാന്ത സാങ്കേതിക പ്രതിസ്ഥാപന നിരക്ക്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്, ഇതൊന്നുമല്ല. ഇവിടെ ഡി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഡിമിനിഷിങ് എന്നാണ്. ഓക്കെ ആണല്ലോ, കുറയുന്നു എന്നാണ്. നമ്മൾ പഠിച്ചത് MRS MRTS എന്നാണ്. എന്ന് വെച്ച് അതിൻ്റെ കൂടെ ഡി വന്നാലും ഒരേ കാര്യം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. DMRS എന്ന് പറഞ്ഞാലും DMRTS എന്ന് പറഞ്ഞാലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, DMRS എന്ന് പറഞ്ഞാൽ MRS തന്നെയാണ്, DMRTS എന്ന് പറഞ്ഞാൽ MRTS തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഐസോകോണ്ടിൻ്റെ സ്ലോപ്പ്, ചെരിവിനെ നമ്മൾ എന്താ പറയാറ്? യെസ്, ഓപ്ഷൻ സി DMRTS ഓർ MRTS അങ്ങനെയും പറയും. മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. വെൻ MP ബിക്കംസ് 0 TP ഡാഷ്. MP 0 TP എന്തായിരിക്കും? ഓപ്ഷൻ എ ഇൻക്രീസസ്, വർദ്ധിക്കുന്നു. ഓപ്ഷൻ ബി ഡിക്രീസസ്, കുറയുന്നു. ഓപ്ഷൻ സി ബിക്കംസ് മാക്സിമം, പരമാവധി എത്തുന്നു. ഓപ്ഷൻ ഡി ബിക്കംസ് നെഗറ്റീവ്, നെഗറ്റീവ് ആകുന്നു. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ, വിഭേദകാനുപാത നിയമം പഠിച്ച സമയത്ത് അവിടെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? അതായത് MP 0 എപ്പോഴാവുക? MP എപ്പോഴാണ് 0 ആവുക? പഠിച്ചിരുന്നു. എപ്പോഴാണ്? TP മാക്സിമത്തിലെത്തുമ്പോൾ, പരമാവധിയിലെത്തുമ്പോൾ അല്ലേ? സാച്ചുറേഷൻ പോയിന്റിൽ എത്തുമ്പോഴാണ് MP 0 ആകുന്നത്. ദാറ്റ് ഈസ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ബിക്കംസ് മാക്സിമം. MP എപ്പോഴാണ് 0 ആവുന്നത്? TP മാക്സിമത്തിലെത്തുമ്പോഴാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ഓർത്ത് വെക്കണേ. ക്വസ്റ്റ്യൻ നമ്പർ 6. വിച്ച് എമംഗ് ദി ഫോളോവിങ് ഈസ് നോട്ട് യു ഷേപ്പ്? താഴെ പറയുന്നവയിൽ യു ഷേപ്പ് അല്ലാതെയുള്ള കർവുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇവിടെയും AFC ആണ് ഉത്തരം വരുന്നത്. അപ്പോൾ AFC ഉത്തരം വരുന്ന 3ാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്തത്. പല പാറ്റേണിലാണ് ചോദ്യം വരുന്നത്, പക്ഷെ ഉത്തരം എന്താണ്? AFC വരുന്ന 3ാമത്തെ ചോദ്യമാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കണം. MC, AC, AVC, AFC ഇതിലേതാണ് യു ഷേപ്പ് അല്ലാത്ത കർവ് എന്നാണ് ചോദിച്ചത്? AFC ആണ്. റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ് AFC കർവിൻ്റെ ഷേപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. വെൻ AC ഈസ് മിനിമം, AC മിനിമത്തിലെത്തുമ്പോൾ എന്തായിരിക്കും സിറ്റുവേഷൻ എന്നാണ് ചോദിച്ചത്? ഓപ്ഷൻ എ MC ഗ്രേറ്റർ ദാൻ AC, MC ACയേക്കാൾ കൂടുതലായിരിക്കും. ഓപ്ഷൻ ബി MC ഈക്വൽ ടു AC, MC AC തമ്മിൽ തുല്യമായിരിക്കും. ഓപ്ഷൻ സി MC ലെസ് ദാൻ AC, MC ACയേക്കാൾ കുറവായിരിക്കും. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്, ഇതൊന്നുമല്ല. ഇത് നമ്മൾ പഠിച്ചിരുന്നു. ACയും MCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അവർ തമ്മിലുള്ള ബന്ധം പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. AC മിനിമത്തിലെത്തുമ്പോൾ അവിടെ വെച്ച് ACയും MCയും തുല്യമാകുന്നു അല്ലേ? AC ഈക്വൽ ടു MC. ദാറ്റ് ഈസ്, അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. MC ഈക്വൽ ടു AC ആണ്. പഠിച്ചു. 8ാമത്തെ ചോദ്യം.
AFC ആൻസർ വരുന്ന അതേ ചോദ്യം തന്നെയാണ്. യു ഷേപ്ഡ് അല്ലാത്ത കർവ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അറിയുന്ന കാര്യമാണ്. ഇനി ഡിസ്കസ് ചെയ്യുന്നത് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ഓക്കെ, 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ലെറ്റ് ദി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് എ ഫേം ബി Q ഈക്വൽ ടു 5 ഇൻറ്റു L റേസ് ടു 1/2 ഇൻറ്റു K റേസ് ടു 1/2. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു? യെസ്, കോപ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, കോപ് ഡഗ്ലാസ് ഉൽപാദന ധർമ്മം. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ആൽഫയും ബീറ്റയും 1/2 ആയി വരുന്ന പ്രോബ്ലം. എന്തായിരുന്നു കോപ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ? Q ഈക്വൽ ടു B ഇൻറ്റു L റേസ് ടു ആൽഫ ഇൻറ്റു K റേസ് ടു ബീറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇനി അതിലെ ചോദ്യം നോക്കിക്കോളൂ. ഫൈൻഡ് ദി മാക്സിമം ഔട്ട്പുട്ട് ദാറ്റ് ദ ഫേം ക്യാൻ പ്രൊഡ്യൂസ് വിത്ത് 100 യൂണിറ്റ്സ് ഓഫ് ലേബർ ആൻഡ് 100 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ. അതായത് 100 യൂണിറ്റ് തൊഴിലാളികളും 100 യൂണിറ്റ് മൂലധനവും ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തിന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന പരമാവധി ഉൽപ്പന്നം എത്രയാണ്, Q എത്രയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, കണ്ടുപിടിക്കാനുള്ള ഫോർമാറ്റൊക്കെ നമുക്കറിയാം. എങ്ങനെ ചെയ്യണം? റേസ് ടു 1/2 വന്നു കഴിഞ്ഞാൽ, ആൽഫയും ബീറ്റയും 1/2 വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അവിടെ ഒരു നോട്ട് പഠിച്ചിരുന്നു. വെൻ എക്സ് റേസ് ടു 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് അല്ലേ? നമുക്ക് അറിയുന്നതാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്റ്റെപ്പുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കുക. കാരണം ഈ പാറ്റേണിലുള്ള ചോദ്യം നമ്മൾ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ കിട്ടും? ലേബർ ഇവിടെ 100 ആണ്, ക്യാപിറ്റൽ 100 ആണ്. Q ഈക്വൽ ടു 5 ഇൻറ്റു 5 അവിടെ കോമൺ ആണ്, ഇക്വേഷനിൽ കോമൺ ആണ്. 5 ഇൻറ്റു 100 റേസ് ടു 1/2 ഇൻറ്റു 100 റേസ് ടു 1/2. ഇവിടെ 1/2 ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? റൂട്ട് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 5 ഇൻറ്റു റൂട്ട് ഓഫ് 100 ഇൻറ്റു റൂട്ട് ഓഫ് 100. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? റൂട്ട് 100 എത്രയാണ്? 10 ആണല്ലേ? അപ്പോൾ 5 ഇൻറ്റു 10 ഇൻറ്റു 10 എത്ര കിട്ടും? 500 ആണ് Q കിട്ടുക. ഓക്കെ ആണല്ലോ? 500 യൂണിറ്റ്സ്. അത് ഓർത്ത് വെക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഔട്ട്പുട്ട് യൂണിറ്റ്സിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2, ഡിറൈവ് മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് ആവറേജ് പ്രൊഡക്റ്റ് ഫ്രം ദി ടോട്ടൽ പ്രൊഡക്റ്റ് ഷെഡ്യൂൾ. ഈ താഴെ പറയുന്ന ഷെഡ്യൂളിൽ നിന്ന് MP സീമാന്ത ഉൽപ്പന്നവും അതുപോലെ ശരാശരി ഉൽപ്പന്നവും കണ്ടുപിടിക്കുക. ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. ഇക്വേഷൻസ് നമുക്ക് അറിയാം അല്ലേ? MP കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം, AP കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. MP എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ TP ഡിവൈഡഡ് ബൈ ഡെൽറ്റ N ഓർ ഡെൽറ്റ L എങ്ങനെയും പറയാം കേട്ടോ. ഡെൽറ്റ X1 എങ്ങനെയും പറയാം. ഓക്കെ, അത് പല പുസ്തകങ്ങളിലും പല പോലെ ആയിരിക്കും വരുന്നത്. ലേബർ എന്നായിരിക്കും കൊടുക്കുക. ഓക്കെ, L എന്നായിരിക്കും കൊടുക്കുക. ചിലതിൽ X1 എന്നായിരിക്കും വേരിയബിൾ ഇൻപുട്ട്, ചിലതിൽ N എന്നായിരിക്കും. ഓക്കെ, പല രീതിയിലും ചോദിക്കും. പക്ഷെ പറയുന്ന കാര്യമെല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ AP കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? TP ഡിവൈഡഡ് ബൈ N ആണ്, അല്ലെങ്കിൽ L ആണ്. ഓക്കെ, കണ്ടുപിടിക്കാം. എങ്ങനെ വരും? നമുക്കറിയാം, വേരിയബിൾ ഇൻപുട്ട് ഒന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ് 0 ആയിരിക്കും. അപ്പോൾ വേരിയബിൾ ഇൻപുട്ട് ഒന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ MPയും APയും ഉണ്ടാകില്ല, നില്ലായിരിക്കും. പഠിച്ചു. പിന്നെ ഓരോന്ന് എന്ത് ചെയ്യുക? കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ യൂണിറ്റ് ഫാക്ടർ ഇൻപുട്ട് ഉപയോഗിക്കുമ്പോൾ അവിടെ TPയും MPയും APയും ഒരേ യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് എല്ലാ ചോദ്യം എടുത്ത് നോക്കിയാലും മനസ്സിലാകും. ഒന്നാമത്തെ യൂണിറ്റ് വേരിയബിൾ ഇൻപുട്ട് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന TPയും MPയും APയും എല്ലാം ഒരേ സംഖ്യ ആയിരിക്കും. നോക്കിക്കേ, ഇവിടെ 10 ആണ്. ബാക്കിയുള്ളത് നിങ്ങൾ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3, ഫൈൻഡ് ദി മാക്സിമം പോസിബിൾ ഔട്ട്പുട്ട് ഫോർ എ ഫേം വിത്ത് 0 യൂണിറ്റ്സ് ഓഫ് ലേബർ ആൻഡ് 10 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ വെൻ ഇറ്റ്സ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് Q ഈക്വൽ ടു 5L പ്ലസ് 2K. ഇവിടെയും കോപ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ചോദ്യം എന്താണ്? ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. Q ഈക്വൽ ടു 5 ഇൻറ്റു L പ്ലസ് 2 ഇൻറ്റു K. 0 യൂണിറ്റ് ആണ് ലേബർ, 0 യൂണിറ്റ് ആണ് തൊഴിലാളികൾ, 10 യൂണിറ്റ് ക്യാപിറ്റൽ അല്ലേ, 10 യൂണിറ്റ് മൂലധനം. ഇതുപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന മാക്സിമം പോസിബിൾ ഔട്ട്പുട്ട്, പരമാവധി ഉൽപ്പന്നം എത്രയാണെന്നാണ് ചോദിച്ചത്.
എന്ത് ചെയ്യണം? ഈ വാല്യൂസ്, അതായത് എൽ ലേബറിൻ്റെ വാല്യൂവും ക്യാപിറ്റലിൻ്റെ വാല്യൂവും കെയുടെ വാല്യൂവും ഈ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് കൊടുക്കുക. എങ്ങനെ കിട്ടും? Q ഈക്വൽ ടു 5 × 0 + 2 × 10. ഓക്കെ, എത്ര കിട്ടും ആൻസർ? 20 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, 20 യൂണിറ്റ്സ് ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കിക്കോളൂ. ഇൻ ദി ലോങ് റൺ ഓൾ കോസ്റ്റ് ആർ വേരിയബിൾ. ഡു യു എഗ്രി? ജസ്റ്റിഫൈ യുവർ ആൻസർ. ദീർഘകാലയളവിൽ എല്ലാ ചെലവുകളും വിഭേദക ചെലവുകളായിരിക്കും, അല്ലെങ്കിൽ എല്ലാ ചെലവുകളും മാറ്റാൻ സാധിക്കുന്ന ചെലവുകളായിരിക്കും. ഈ ഒരു പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരത്തെ സാധൂകരിക്കുക. അതാണ് ചോദ്യം. എന്താണ് ഉത്തരം? എന്താണ്? ശരിയാണ് അല്ലേ? ലോങ് റണ്ണിൽ എല്ലാ ചെലവുകളും വിഭേദക ചെലവുകളാണ്. എന്തുകൊണ്ടാണ്? ഇൻ ദി ലോങ് റൺ ഓൾ കോസ്റ്റ് ആർ വേരിയബിൾ. ദിസ് ഈസ് ബിക്കോസ് ദർ ഈസ് സഫിഷ്യൻറ്റ് ടൈം അവൈലബിൾ ഇൻ ദി ലോങ് റൺ ഫോർ എനി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ടു ഗെറ്റ് ഇൻക്രീസ്ഡ്. ശരിയാണ് അല്ലേ? ദീർഘകാലയളവിൽ ഒരുപാട് വർഷം നീണ്ടു നിൽക്കുന്ന ഉൽപ്പാദന പ്രക്രിയയാണ്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എന്ത് ചെയ്യാം? ഇൻപുട്ടുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യാം അല്ലേ? നിവേശങ്ങളുടെ അളവ് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ചെലവുകളും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കാൻ കഴിയും അല്ലേ? ഇൻപുട്ടുകൾ വാങ്ങാൻ ചെലവുണ്ട് എന്ന് നമുക്കറിയാം. ഇൻപുട്ടുകൾ മാറുന്നതിനനുസരിച്ച് എന്ത് മാറുന്നുണ്ട്? കോസ്റ്റും മാറുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ലോങ് റണ്ണിൽ എല്ലാ കോസ്റ്റുകളും എന്തായിരിക്കും? വിഭേദക ചെലവുകളായിരിക്കും, അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റുകളായിരിക്കും. പഠിച്ചു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5. The AVC is U-shaped. Explain the reasons for the U-shape of AVC curve. Also draw diagram to clarify your points. AVC വക്രം യു ആകൃതിയിലുള്ള വക്രമാണ്. ശരിയാണ്. എന്തുകൊണ്ടാണ് ഇത് AVC വക്രം യു ഷേപ്ഡ് ആയിട്ടിരിക്കാൻ കാരണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചിത്രത്തിൻ്റെ സഹായത്തോടെ, അതായത് AVCയുടെ കർവിൻ്റെ സഹായത്തോടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാം AVC, അതുപോലെ SMC, അതുപോലെ SAC ഇവയെല്ലാം യു ഷേപ്ഡ് കർവാണ്. എന്തുകൊണ്ടാണ് യു ആകൃതിയിൽ ഇരിക്കുന്നത് നമുക്കറിയാം. എന്തായിരുന്നു? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും തോറും ഇനീഷ്യലി AVC കുറഞ്ഞു വരും. AVC ഡിക്രീസ് ചെയ്യും. ദെൻ റീച്ചസ് ഇറ്റ്സ് മിനിമം. അതിനുശേഷം അതിൻ്റെ മിനിമം പോയിന്റിലെത്തും. പിന്നെയും ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും തോറും AVC കൂടാൻ തുടങ്ങും അല്ലേ? ദെയർ ആഫ്റ്റർ ഇറ്റ് സ്റ്റാർട്ട്സ് ടു റൈസിങ്. AVC വർദ്ധിക്കാൻ തുടങ്ങും. ആദ്യം കുറയുന്നു, പിന്നെ മിനിമത്തിലെത്തുന്നു, പിന്നെ വീണ്ടും വർദ്ധിക്കുന്നു. ഇതുകൊണ്ടാണ് ഇത് യു ഷേപ്ഡ് ആയിട്ടിരിക്കാൻ കാരണം. പഠിച്ചു അല്ലേ? അതുപോലെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഷോർട്ട് റൺ കോസ്റ്റുകൾ, അതായത് SAC, SMC, AVC ഇവയ്ക്ക് യു ആകൃതിയാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അതെന്തിനെയാണ് കാണിക്കുന്നത്? ദാറ്റ് റിഫ്ലെക്ട്സ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. വിഭേദകാനുപാത നിയമത്തെയാണ്. അത് പഠിച്ചു വെക്കണം. ആ പാറ്റേണിലുള്ള ചോദ്യം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് മനസ്സിൽ ഇപ്പം തന്നെ ഉറപ്പിച്ചു വെക്കണേ. AVC കർവാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. TFC ഓഫ് എ ഫേം ഈസ് ₹2000 ആൻഡ് TVC ഈസ് ₹3000. ഒരു സ്ഥാപനത്തിൻ്റെ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് TFC 2000 രൂപയും TVC 3000 രൂപയുമാണ്. ഇറ്റ് പ്രൊഡ്യൂസ് 20 യൂണിറ്റ്സ്. ഈ സ്ഥാപനം 20 യൂണിറ്റ് സാധനങ്ങൾ ഉണ്ടാക്കുന്നു. അതായത് ഈ കോസ്റ്റ് വെച്ചിട്ട് TFC 2000 ആണ്, TVC 3000 ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് 20 യൂണിറ്റ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. കാൽക്കുലേറ്റ് ദി AVC ആൻഡ് AC ഓഫ് ദി ഫേം. ഇതിൽ നിന്ന് AVCയും ACയും കണ്ടുപിടിക്കുക. അതാണ് ചോദ്യം. ഓക്കെ, ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? TFC തന്നിട്ടുണ്ട്, പിന്നെയോ TVC തന്നിട്ടുണ്ട്. ഇത് രണ്ടും തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ AVCയും അതുപോലെ ACയും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, TFCയും TVCയും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് TC കിട്ടും അല്ലേ? TC ഈക്വൽ ടു TFC പ്ലസ് TVC ആണ്. നോക്കിക്കേ, അപ്പോൾ TFCയും TVCയും കൂട്ടി നോക്കിക്കേ, 2000 പ്ലസ് 3000 5000 ആണ് അല്ലേ? TC കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തും കിട്ടാം. അതിൽ നിന്ന് AC കണ്ടുപിടിക്കാം. AC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ TC ഡിവൈഡഡ് ബൈ Q ആണ്. അപ്പോൾ TC എത്ര കിട്ടി? 5000. 5000 ബൈ Q എത്രയാ? 20. 5000 ബൈ 20 250 ആണ്. അപ്പോൾ AC കിട്ടി ആണല്ലോ. ഇനി നിങ്ങൾ നോക്കിക്കേ, AVC എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിളാണ്.
TVC ഡിവൈഡഡ് ബൈ Q ആണല്ലോ. ആണ്. TVC എത്രയാ? 3000. 3000/20 150 സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ ആദ്യം നിങ്ങൾക്ക് എല്ലാ ഇക്വേഷൻസും അറിയണം. TC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയണം. TFC പ്ലസ് TVC ആണെന്ന് മനസ്സിൽ വേണം. ക്വസ്റ്റ്യൻ നമ്പർ 7 നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ്. ക്യാൻ ദർ ബി സം ഫിക്സ്ഡ് കോസ്റ്റ് ഇൻ ദി ലോങ് റൺ? അതായത് ലോങ് റണ്ണിൽ സ്ഥിര ചെലവുകൾ ഉണ്ടായിരിക്കുമോ അല്ലെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടായിരിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ ആൻസർ? ആൻസർ ഉണ്ടാവില്ല അല്ലേ. ലോങ് റണ്ണിൽ ഓൾ കോസ്റ്റ് ആർ വേരിയബിൾ കോസ്റ്റ്. എല്ലാ ചെലവുകളും വിഭേദക ചെലവുകളായിരിക്കും. അവിടെ സ്ഥിര ചെലവുകൾ ഉണ്ടായിരിക്കില്ല. ഓക്കെ ആണല്ലോ. അത് ജസ്റ്റിഫൈ ചെയ്യാനാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. എല്ലാം വളരെ വ്യക്തമായിട്ട് ചാപ്റ്റർ എടുത്ത സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.